അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈയും കാലും വിലങ്ങണിയിച്ച് കയറ്റി അയക്കുന്നത് തുടർന്ന് അമേരിക്ക. ഇന്നലെ അർദ്ധരാത്രി അമൃത്സറിൽ ഇറങ്ങിയ അമേരിക്കൻ യുദ്ധവിമാനത്തിലുണ്ടായിരുന്നവരെയും വിലങ്ങുകൾ അണിയിച്ചിരുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ വരികയാണ്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വരികയായിരുന്നു. ഭായി എന്ന നിലയിൽ അമേരിക്കയും ഉറ്റ ചങ്ങാത്തം എന്ന് പറയുന്നതിനിടയിലാണ് ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങണിയിച്ചിങ്ങനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത്. അനൂപ് ദാസ് നമുക്കൊപ്പം ചേർന്നു. അനൂപ്, ഇന്നലെ ഈ ഒരു വിമാനം ഇറങ്ങിയപ്പോൾ നമ്മളൊക്കെ നോക്കി കണ്ട ഒരു കാര്യം വിലങ്ങണിയിച്ചാണോ ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് എന്നതായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ വിമാനം വന്നപ്പോൾ അതിലുള്ളവരെയും വിലങ്ങണിയിച്ച് കൊണ്ടുവരുന്നു. അതും മോദി US സന്ദർശനം, ആ വേളയിൽ അവർ ഉറ്റ സുഹൃത്തുക്കളായി നിന്ന് സംസാരിക്കുന്നു. അതിനുശേഷവും നോക്കൂ, ഈ ഇന്ത്യൻ പൗരന്മാരെ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും അവരെ ഇങ്ങോട്ടേക്ക് സൈനിക വിമാനത്തിൽ കൊണ്ടുവരുമ്പോൾ വിലങ്ങണിയിച്ചാണ് വീണ്ടും ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ, യാതൊരു മാന്യതയും നൽകാതെ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ നൽകേണ്ട പരിഗണന പോലും നൽകാതെയാണ് അമേരിക്ക 2 തവണയായി നമ്മുടെ പൗരന്മാരെ അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി ഇവിടേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. ഏതെങ്കിലും നിലയിൽ അമേരിക്കയിൽ നിന്ന് അവരെ പിടികൂടുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടോ വിമാനത്താവളം വരെയാണ് കൈക്കെങ്കിലും വിലങ്ങ് വെച്ചത് എങ്കിലും നമുക്ക് അവരുടെ നിയമം എന്നുള്ള നിലയിൽ കണ്ടതിനെ പരിഗണിക്കാം. പക്ഷേ വിമാനത്തിൽ കയറ്റിയതിനു ശേഷവും ഇവിടെ ഇറങ്ങുന്നത് വരെയും കൈക്കും കാലിനും ചങ്ങലകളാൽ ബന്ധിച്ച് മനുഷ്യന് നേരത്തെ ആദ്യം ഫെബ്രുവരി 5-ാം തീയതി അമൃത്സറിൽ തന്നെ ഇറങ്ങിയ 104 യാത്രക്കാരിൽ അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ പോലും പ്രയാസമായിരുന്നു എന്ന്. ആ ഒരു പ്രയാസം പോലും അല്ലെങ്കിൽ മണിക്കൂറുകൾ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആഭ്യന്തര യാത്ര നടത്തുന്ന പോലെ അല്ലല്ലോ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരിക എന്നത്. മണിക്കൂറുകൾ നീണ്ട യാത്രയാണ്. ഇത്രയും സമയം കൈവിലങ്ങും കാൽവിലങ്ങുമായി മനുഷ്യൻ ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ദുരിതം തന്നെയാണ്. ആ ദുരിതം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് അടിമക്കച്ചവടം നടന്ന കാലത്തെ കുറിച്ചുള്ള സിനിമകളിലാണ്, അല്ലാതെ നേരിട്ട് നമുക്കത് പരിചയമില്ല. അത്രയും മോശമായ രീതിയിൽ ഇന്ത്യൻ പൗരന്മാരോട് പെരുമാറുന്നു. 116 പേരാണ് ഇന്നലെ അമൃത്സറിൽ വിമാനമിറങ്ങിയത്. അതിൽ ദൽജിത് സിംഗ് ഹോഷിയാർപൂർ സ്വദേശിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കൈയും കാലും ബന്ധിച്ചിട്ടാണ് ഇത്തവണയും കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. നിരവധി ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പോയിരുന്നു, പേടി കൊണ്ടാണ്. പക്ഷേ പേടിയില്ലാതെ പറഞ്ഞ ദൽജിത് സിംഗ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കി. 104 പേരെ ഫെബ്രുവരി 5-ാം തീയതി കൊണ്ടുവന്നു. 116 പേരെയാണ് ഇന്നലെ കൊണ്ടുവന്നത്. ഇന്നൊരു വിമാനം വരാനുണ്ട് എന്ന അറിയിപ്പുണ്ട്. മാത്രമല്ല ഏതാണ്ട് 17,900-ഓളം ഇന്ത്യക്കാരാണ് അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ട് ഇന്ത്യയിലേക്ക് നിങ്ങളെ കയറ്റി അയക്കുമെന്ന് US നിർദ്ദേശം നൽകിയിരിക്കുന്നത്, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്രയും ആളുകളെ ഇനിയും കൈവിലക്ക് വെച്ചിട്ടാണോ കൊണ്ടുവരിക, കാൽവിലങ്ങും വെച്ചിട്ടാണോ കൊണ്ടുവരിക എന്ന ചോദ്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി പ്രസിഡന്റിനെ കണ്ടിട്ടും മാറ്റമൊന്നുമില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല രാജ്യത്താകമാനം പല മേഖലയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉമാഭാരതി, BJPയുടെ ഏറ്റവും തലമുതിർന്ന രാജ്യത്തെ തന്നെ നേതാവ്, മുൻ കേന്ദ്രമന്ത്രി ഉമാഭാരതി അടക്കം ആദ്യ ബാച്ച് വിമാനം വന്നപ്പോൾ ഉണ്ടായ ക്രൂരതയെക്കുറിച്ച് അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, ചങ്ങലയിട്ട് നാടുകടത്തൽ, അത് ക്രൂരതയാണ്, അംഗീകരിക്കാനാകില്ല. ഇപ്പോൾ രാജ്യത്തേക്ക് അതിക്രമിച്ച് കടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് ഓരോ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് അതിൻ്റെ ഗ്രാവിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇത് കുടിയേറ്റം എന്ന നിലയിൽ തൊഴിലിന് വേണ്ടി പോയ ആളുകളും മറ്റുമാണല്ലോ. ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് ഇത്രത്തോളം ഊഷ്മളമായ ബന്ധമുണ്ട് എന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോൾ ഉമാഭാരതിയെ പോലെയുള്ള ആളുകളടക്കം ഈ ചങ്ങലയിട്ട് കൊണ്ടുവരുന്നത് ക്രൂരതയാണെന്ന് പറഞ്ഞിട്ടും അതിനുശേഷവും ഇടപെടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ടോ അനൂപ്? വ്യക്തമാക്കുന്നില്ല രതീഷ്. അതായത് നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ, അതായത് കൈക്കും കാലിനും വിലങ്ങ് വെച്ച് ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന കാഴ്ച കാണുമ്പോൾ കുറച്ച് ദിവസങ്ങൾ മുൻപ് നമ്മൾ കണ്ട കാഴ്ചകൾ ഓർക്കണം. പലസ്തീനിലെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാരെ പോലും അവർ ഈ നിലയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല. കൈക്കും കാലിനും വിലങ്ങില്ല. കൈക്ക് വിലങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ട്, കാലിന് വിലങ്ങില്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അവരോട് ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നു. പക്ഷേ ഇത് തൊഴിലിന് വേണ്ടിയോ ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യർ അവിടെ പോയി അനധികൃത കുടിയേറ്റക്കാരായി നിന്നത്. തെറ്റ് തന്നെയാണ്. ആ രാജ്യത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ച് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് നമ്മുടെ രാജ്യവും ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ മനുഷ്യരോട് മറ്റൊരു മനുഷ്യൻ കാണിക്കേണ്ട സാമാന്യ നീതിയുണ്ട്, മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഫെബ്രുവരി 6-ന് ആദ്യ വിമാനം വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷത്തെ പലരും തന്നെ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അതിനുശേഷം
ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇടപെടും ആശങ്ക അറിയിച്ചു എന്നൊരു വാർത്ത നമുക്ക് മുന്നിലുണ്ട്. ആ ആശങ്ക അറിയിച്ചിട്ടും ഇങ്ങനെയാണ് നടപടിയെങ്കിൽ നിലപാടെങ്കിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ എന്ത് മറുപടി അമേരിക്കയ്ക്ക് നൽകുമെന്നതാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ശരി, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്താണ് വിവരങ്ങളാണ് അനൂപ് ദാസ് നൽകിക്കൊണ്ടിരുന്നത്.